മലയാളത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ എടുത്തു പറയുന്ന രണ്ട് താരങ്ങൾ തന്നെയാണ്. താരങ്ങളും അഭിനേതാക്കളുമാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇവരുടെ ഏറ്റവും മികച്ച ത്രില്ലർ ഗണത്തിൽ വരുന്ന ഒരുപാട് സിനിമകൾ ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട്, മോഹൻലാലും ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ CBI അതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് വന്നല്ലോ. CBIയുടെ 5 ഭാഗങ്ങൾ വന്നു കഴിഞ്ഞു, 6ാമത്തെ ഭാഗം തയ്യാറെടുക്കുന്നു. ദൃശ്യത്തിന്റെ 3ാം ഭാഗം വരുന്ന സ്ഥിതിക്ക് ഈ രണ്ടെണ്ണം നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. കമ്പാരിസന്റെ ആവശ്യമല്ല, നല്ലൊരു ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ CBI ആദ്യ ഭാഗം ദൃശ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് എടുക്കാം. CBIയുടെ ആദ്യത്തെ ഭാഗം ഏറ്റവും ഭയങ്കര ഹിറ്റാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ ഏകദേശം ഒരു വർഷത്തിനടുത്ത് സഫയർ തിയേറ്ററിൽ, മദ്രാസിൽ കോയമ്പത്തൂരുള്ള സഫയർ തിയേറ്ററിൽ ഓടിയ ഒരു സിനിമയും കൂടിയാണ്. മമ്മൂട്ടി, സുരേഷ് ഗോപി, ജഗതി ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടേഴ്സാണ്. മമ്മൂട്ടി വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം മതി. പിന്നെ സിന്ദൂരക്കുറി എല്ലാം കൂടെ വന്നപ്പോഴത്തേനും CBI സൂപ്പറായി. K. മധുവിന്റെ ഉഗ്ര സംവിധാനം, SN സ്വാമിയുടെ കിണ്ണൻ സ്ക്രിപ്റ്റ്. ഇപ്പൊ ലാസ്റ്റ് ഒക്കെ വന്നപ്പോഴാണ് SN സ്വാമിയുടെ സ്ക്രിപ്റ്റ് ഒന്നും ഇറക്കാതെയും K. മധുവിന്റെയൊക്കെ സംവിധാനമൊക്കെ പാളിപ്പോയി. പക്ഷെ ആദ്യത്തെ CBI, അതായത് CBI ഡയറക്കുറിപ്പ് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. അതുവരെയും നമ്മൾ കണ്ട രീതിയിൽ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നല്ല മികച്ച ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമ തന്നെയായിരുന്നു CBI. ഇനിയും ദൃശ്യത്തിലോട്ട് വന്ന സാധാരണക്കാരനായ ജോർജ് കുട്ടി, പക്ഷേ അദ്ദേഹം ഒരു ക്ലാസിക് ക്രിമിനലാണ്. ഒരു രക്ഷയില്ലാതെ മോഹൻലാൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു ക്യാരക്ടർ. ജിത്തു ജോസഫിന്റെ മികച്ച സംവിധാനം, മികച്ച സ്ക്രിപ്റ്റ്, അങ്ങനത്തെ എല്ലാവരും, കലാഭവൻ ഷാജുവിന്റെ വില്ലൻ ക്യാരക്ടർ ആയാലും ഒക്കെ സൂപ്പറായിട്ട്, വില്ലൻ ക്യാരക്ടറല്ല വില്ലനിസം പോലും സൂപ്പറായിട്ടുണ്ട്. ദൃശ്യം 2 തിയേറ്ററിൽ വന്നില്ലാതെ OTTയിലും അത് ഗംഭീരമായിരുന്നു. അന്നേരം അങ്ങനെ ദൃശ്യത്തിന്റെ ഒരു അസാധാരണമായ വിജയം. ആദ്യത്തെ 50 കോടി നേടിയ മലയാള ചിത്രവും ദൃശ്യം തന്നെയാണ് 2013. അതും ചരിത്രമാണ്. ഈ രണ്ട് സിനിമകളിൽ CBI ആണോ, CBI ഡയറക്കുറിപ്പാണോ, ദൃശ്യം 1 ആണോ നിങ്ങൾക്ക് എപ്പോഴും ഫേവറേറ്റ്? ഇത്രയും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രം ഏതാണ്? എന്തായാലും നിങ്ങൾ കമന്റ്സ് ഇട്ടേക്ക്.